കെ ന്യൂസിൻ്റെ മാപ്ര മാർക്കറ്റിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് പിണറായി വിജയന്റെ വിലക്കെന്ന് റിപ്പോർട്ടുകൾ. പ്രായപരിധി ഇളവ് ബാധകം കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണെന്നും അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാവില്ലെന്നും കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടനാ ചുമതല ഏറ്റെടുക്കാനോ കഴിയില്ലെന്നുമാണ് പിണറായിയുടെ നിലപാടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും പറയേണ്ടത് പാർട്ടി സെക്രട്ടറി അല്ലേ? മാത്രമല്ല, പിണറായി വിജയൻ എന്ന കാരണഭൂതൻ അതിത്ര മയത്തിലൊന്നുമാകില്ല പറയാറെന്ന് ഈ കുത്തിത്തിരിപ്പ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന മാപ്ര പുങ്കുവന്മാർക്ക് പണ്ടേ അറിയാവുന്നതല്ലേ. അകത്തിരിക്കേണ്ടവരല്ലെന്ന് പണ്ടൊരിക്കൽ മൂപ്പർക്ക് തോന്നിയപ്പോ തന്നെ പുറത്ത് ചാടിക്കടക്കേണ്ടി വന്നവരാണല്ലോ ഈ മാപ്ര കൂട്ടങ്ങൾ. തിരുവനന്തപുരത്തെ മാപ്രകളല്ലേ? അപ്പൊ നിങ്ങൾ എന്തും പറഞ്ഞുണ്ടാക്കും. ഒന്നോർത്തോ, അത് ഈ പാർട്ടിയോട് വേണ്ട കേട്ടോ. സംശയമുണ്ടേൽ ശ്രീമതി ടീച്ചർ പറയുന്നതെന്ന് കേട്ടു നോക്ക്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്ക് ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. പോരെ, പിണറായിയെ പോലൊരു നേതാവിന്റെ വിലക്ക് തനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ചിലരൊക്കെ ചേർന്ന് നടത്തുന്നുണ്ടെന്നും PK ശ്രീമതി പറഞ്ഞു. തീർന്നില്ല. കേരളത്തിലുണ്ടെങ്കിൽ താൻ ഇനിയും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് മാപ്ര പറയുന്നതല്ല, സാക്ഷാൽ PK ശ്രീമതി ടീച്ചർ പറഞ്ഞതാണ് കേട്ടോ. ആഹാ, അപ്പൊ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല പിന്നെ ഗോവിന്ദൻ മാഷ് പക്ഷേ മാപ്രകളോട് കാര്യം പറഞ്ഞു. മൂപ്പര് കാര്യം മാത്രമേ പറയത്തുള്ളല്ലോ. കേട്ടോളൂ, വാർത്ത ഇതാണ്. PK ശ്രീമതിയെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നുവെന്നും 75 വയസ്സ് പൂർത്തിയായതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്നും സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാനല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതാണ്. അങ്ങോട്ട് പറഞ്ഞു വിട്ടാ പിന്നെ അവിടുത്തെ കാര്യം നോക്കി നടന്നാ മതി എന്നർത്ഥം. ഇവിടെയും കൂടി പിന്നെയും കയറി വന്നിരുന്ന് തട്ടിയും മുട്ടിയും വെറുതെ സ്ഥലം മെനക്കെടുത്തണ്ടാന്ന്. പാവം ശ്രീമതി കേന്ദ്ര കമ്മിറ്റിന്ന് കേട്ടപ്പം ആദ്യം വലിയ എന്തോ ആയിരിക്കുമെന്ന് കരുതി. ചെന്ന് നോക്കിയപ്പം അവിടെ ഇവിടുന്നുള്ളവർ മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെ അവിടെ ചർച്ച ചെയ്യുന്നുമുള്ളൂ. ഇവിടെ സെക്രട്ടേറിയറ്റ് ചേരുമ്പം മുണ്ടെടുത്തു വരുന്നവർ അവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഷർട്ടിന്റെ മോളിൽ കൂടി ഒരു ജാക്കറ്റ് ഇടും, അത്ര തന്നെ. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ തന്നെ അത് രണ്ടും അങ്ങ് കൂടിയാ പോരേന്ന് 36 സംശയം. ന്യായം. ആദ്യം ചായയും പരിപ്പുവടയും തിന്ന് സെക്രട്ടേറിയറ്റ് കൂടുക. അത് കഴിയുമ്പം കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോ കിട്ടണ സാപ്പാട് അതിവിടെ തന്നെ ഉണ്ടാക്കി കഴിച്ച് ഒന്ന് വിശ്രമിച്ച് നമുക്ക് കേന്ദ്ര കമ്മിറ്റിയും കൂടാം. എന്താ പോരെ? സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്ന സൂര്യനാണ് പിണറായി വിജയനെന്ന് കണ്ണൂർ CPMന്റെ പുതിയ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന കാലത്തെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് കുറിപ്പിലാണ് രാഗേഷിന്റെ ഈ പരാമർശം. സൂര്യനെ പോലെ സ്വയം കത്തിയെരിയുന്ന തന്നോടൊപ്പം ചേർന്ന് നിന്നൊരുകാൻ മനസ്സ് കാണിച്ചതിനായിരിക്കുമല്ലോ സൂര്യൻ നേരിട്ടിടപെട്ട് കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി സ്ഥാനം താങ്കൾക്ക് വാങ്ങിത്തന്നത്. പ്രത്യുപകാരം തികച്ചും സ്വാഭാവികം. എള്ളുണങ്ങുന്നത് എണ്ണയ്ക്കാണെന്നും എന്നാൽ കുറിഞ്ചാത്തൻ ഉണങ്ങുന്നത് എന്തിനാണെന്നുമുള്ള പഴയൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? അതെ, രാഗേഷ് സ്വയം കത്തിയെരിയുന്ന സൂര്യനെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞോട്ടെ. അത് അയാളുടെ സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ ഒരു മനസുഖം, അതുമല്ലെങ്കിൽ ഒരു സുഖപ്പീര്. പക്ഷേ ആ കാലഘട്ടത്തിലെ താങ്കളുടെ സഹപ്രവർത്തകയായിരുന്ന IAS ദിവ്യ S. അയ്യർ
കത്തിയെരിയുന്ന ആ സൂര്യനോട് ചേർന്ന് നിന്ന ഈ പറയുന്ന KK രാഗേഷിനും ഒരു സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് കുറച്ച് ദിവസം മുന്നേ തന്നിരുന്നല്ലോ. കുറെ കാലമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന നമ്മുടെ ആദർശധീരൻ BM സുധീരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊന്നടങ്കം സടകുടഞ്ഞെഴുന്നേറ്റ് ദിവ്യേനെ നിർത്തിപ്പൊരിച്ചായിരുന്നല്ലോ അന്ന്. ഓലത് പറയണം, പറയണ്ടെന്നല്ല, പറയും ചെയ്തല്ലോ. അതുപോലെ കുശുണ്ടുകൊണ്ടാണെന്ന് പറയാം. കാരണം ശത്രുതയെ കഴിയുന്ന നമ്മുടെ അയൽ വീട്ടിലെ ഒരുത്തനെ കുറിച്ച് വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണെങ്കിലും നല്ലത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ആർക്കാണേലും അത് അങ്ങനെ അങ്ങ് ദഹിക്കൂലല്ലോ. പക്ഷെ ഇമാതിരി ഒരു പറച്ചില് പറയേണ്ടിയിരുന്നില്ലെന്ന ദിവ്യന്റെ പുയ്യാപ്പള, നമ്മളെ മരിച്ചുപോയ മന്ത്രി G കാർത്തികേയന്റെ മോൻ ശബരിനാഥൻ MLA വാക്ക് കേട്ടപ്പോ ഞാനൊരു പഴയ യാത്രയപ്പ് യോഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. സ്ഥലം മാറിപ്പോകുന്ന മദ്രസ അധ്യാപകന് മഹലിലുള്ളവരെല്ലാം നല്ലതുപോലെ സാമ്പത്തികമായി സഹായിച്ചോട്ടെ എന്ന ഒരു നല്ല സതുദ്ദേശത്തോടെ കരപ്രമാണിയായ ഹാജിയാര് യാത്രയപ്പ് യോഗത്തിൽ നക്കുപ്പിന് ഗതിയില്ലാത്ത മൂല്യാര്, പച്ചപ്പാവം മൂല്യാര് എന്നിങ്ങനെ മൂല്യാരുടെ ദാരിദ്ര്യാവസ്ഥയെ വല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം മൂല്യാര് മൂപ്പരെ തോണ്ടി പറഞ്ഞത്രേ, ഏയ് അത്രക്കേറ്റും വേണ്ടിയിരുന്നില്ല ഹാജിയാരെ എന്ന്. അതെ, അതുപോലെ തന്നെയാണ് ഈ ശബരിനാഥൻ പറഞ്ഞതും. ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങിക്കുന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഒട്ടേറെ പ്രോട്ടോക്കോളുകളും നിയമനിബന്ധനകളുമുള്ള IAS ഒരു സാധാ ഒരു IAS പോലെ പഴയ സഹപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയപ്പം അയാളെ കുറിച്ച് അങ്ങോട്ട് നന്നാക്കി ഇങ്ങനെയൊക്കെ പറയാമോ? ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ കൂടെ നിന്നിട്ട് അങ്ങനെയൊക്കെ പറയാമോ എന്നാണ് മൂപ്പരും ചോദിച്ചത്. അതിന് CPM-കാര് അതോടെ ദിവ്യ SIയെ അന്ന് അങ്ങനെ ഇതിലേറെ പുകഴ്ത്താനും ബാക്കിയില്ല. ഒരു IAS-കാരിക്ക് കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു സഖാവിനെ നന്നാക്കി പറയാൻ അവകാശമില്ലേ എന്ന് ചോദിച്ച് ഉറഞ്ഞു തുള്ളിയിരുന്നു കുട്ടി സഖാക്കൾ. പക്ഷെ സഖാവിനെ കുറിച്ച് മോശമായാണ് ദിവ്യ പറഞ്ഞതെങ്കിൽ അപ്പോഴും ഓൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് ഈ സഖാക്കൾ പറയുമായിരുന്നോ എന്തോ. ഏതായാലും അതെന്തിനായിരുന്നെന്ന് മാളെ ഒന്നും മനസ്സിലായിരുന്നില്ല. അതെന്തിനായിരിക്കുമെന്ന എൻ്റെ സംശയം ഇപ്പോ ഇതോടെ തീർന്നു. ഒരു നാടിനു വേണ്ടി സ്വയം കത്തിയുരുകുന്ന സൂര്യന്റെ ചാരെ ആ ചൂടും പുകയും സഹിച്ച് ഒപ്പം നിന്ന ഒരു മഹാ മനസ്സിനുടമയാണ് രാഗേഷേട്ടനെന്ന് കണ്ടറിഞ്ഞ ആ ഒറ്റ കാരണത്താലാണ് ദിവ്യ SIയർ മറ്റൊന്നും ചിന്തിക്കാതെ അന്നത് പറഞ്ഞതെന്ന് ഇപ്പോ ബോധ്യമായി. നന്ദിയുണ്ടേ. മാസപ്പടി കേസിലെ മൊഴി സംബന്ധിച്ച വീണ വിജയന്റെ വിശദീകരണം തെറ്റാണെന്ന് ആ കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് SFIO റിപ്പോർട്ടിൽ വ്യക്തമായി വീണ സേവനം നൽകിയിട്ടില്ലെന്ന് പറയുന്നുണ്ടെന്നും വീണ മാത്രമല്ല എക്സാലോജിക്കിലെ ഉദ്യോഗസ്ഥരും CMRL IT ഹെഡും സേവനമൊന്നും നൽകിയിട്ടില്ലെന്ന് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഷോൺ പറഞ്ഞു. ഷോൺ ജോർജിനെ മനസ്സിലായില്ലേ? PC ജോർജിന്റെ മകൻ. PC-യുടെ മകനെന്ന് മാത്രമല്ല, കേന്ദ്രത്തിനെ കൊണ്ട് ഒരു വഖഫ് ബില്ല് അവതരിപ്പിച്ച് അത് പാസാക്കിപ്പിച്ച് മുനമ്പം വിഷയം പൂർണ്ണമായി പരിഹരിച്ചു കൊടുത്ത് അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊണ്ട് പടക്കവും പൊട്ടിച്ച് പള്ളിയിലച്ചന്മാരുടെയും ബിഷപ്പുമാരുടെയും എല്ലാം പിന്തുണയും വാങ്ങി ഇങ്ങ് നിലമ്പൂരിൽ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി വന്ന് നിന്ന് മത്സരിച്ച് കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ടും വാങ്ങി ജയിച്ച് വിജയശ്രീ ലാളിതനായി നിയമസഭയിൽ ചാച്ചന്റെ പിൻഗാമിയായി എത്താൻ കുപ്പായം തയ്പ്പിച്ച ആളാണ് ഈ ഷോൺ ജോർജ്. മൂപ്പരും ചാച്ചൻ ജോർജും ചേർന്ന് പൊട്ടിക്കാൻ വാങ്ങിവെച്ച പടക്കത്തിൽ മെത്രാന്മാരും ചാനൽ മുതലാളി കൂടിയായ BJP-യുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ടനും എല്ലാരും കൂടി ചേർന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കേന്ദ്രമന്ത്രി റിജിജു മുനമ്പത്ത് വന്ന് വെള്ളമൊഴിച്ച് പോയതിനാൽ പിന്നെ എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വീണ ടിയുടെ മാസപ്പടി കേസിന്റെ തുടർചലനത്തിന്റെ ആരവം അങ്ങകലെ തന്റെ ചാച്ചൻ ജോർജിന്റെ തട്ടകമായ പൂഞ്ഞാറ്റിലൂടെ വീശിയടിച്ചത്. വീണ പറയുന്നു, ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്ന്. ഒരു പണിയും ചെയ്യാതെയാണ് കരിമണൽ കമ്പനിയോട് പ്രതിഫലം വാങ്ങിയതെന്ന് അന്ന് വീണ പറഞ്ഞു എന്ന് ഷോണും പറയുന്നു. കണ്ട നീ നില്ല്, കേട്ട ഞാൻ പറയാമെന്ന്.
എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അവസാനം പോലീസിനെതിരെ വിമർശനവുമായി മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ജി. തനിക്കെതിരെയുള്ള ഫേസ്ബുക്ക് അധിക്ഷേപത്തിന് പുന്നപ്പറ പോലീസ് സ്റ്റേഷനിൽ 2 പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടേയില്ലെന്നും സുധാകരൻ പറഞ്ഞു. അധിക്ഷേപിച്ചവർ മാപ്പ് പറഞ്ഞെന്ന് മാത്രം തന്നോട് പോലീസ് വീട്ടിൽ വന്ന് പറഞ്ഞുവെന്നല്ലാതെ FIR-ഓ മാപ്പ് പറഞ്ഞ രേഖയോ പോലും കിട്ടിയില്ലെന്നും 4 തവണ MLA ആയ തൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താകുമെന്നും ജി ചോദിച്ചു. ജി സുധാകരേട്ടാ, ഇത് പിണറായിയുടെ പോലീസാ. നോക്കിയും കണ്ടും വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ വാദി പ്രതിയായേക്കും. ഇപ്പോ കൊടുത്ത കേസിന്റെയും പറഞ്ഞ മാപ്പിന്റെയും രേഖ കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. സാരമില്ല, പോട്ടെ. ജി സുധാകരൻ ജി, ഇങ്ങടെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് ഓർത്താണല്ലേ നിങ്ങളുടെ വിഷമം. അപ്പൊ അതാണല്ലേ ഇപ്പോഴത്തെ നിങ്ങളുടെ വിഷമം. ഇങ്ങക്ക് ഈയിടെയായിട്ട് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. വേണ്ട. വയനാട്ടിൽ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സെമിനാറുകളിൽ ആളുകളെ എത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമെന്ന് റിപ്പോർട്ടുകൾ. സാക്ഷരതാ മിഷൻ നടത്തുന്ന സെമിനാറുകളിൽ പങ്കെടുത്തില്ലെങ്കിൽ തുല്യത പഠിതാക്കളെ പരീക്ഷ എഴുതിപ്പിക്കില്ലെന്നും CU മാർക്ക് കുറയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആശമാർക്കുമൊക്കെ മുൻകാലങ്ങളിൽ മുതൽ കൊടുത്തിരുന്ന തിട്ടൂരം ഇപ്പോൾ അവർക്കും കൊടുക്കുന്നു. അതിനെന്താ? 10-27 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന നമ്മുടെ സർക്കാരിൻ്റെ 4ാം വാർഷിക പൂരം പിന്നെ കസേരയിലിരിക്കാൻ ആളില്ലാതെ നടത്തണോ വക്കീലേ? പറയണോ വക്കീലേ? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ഗുരുതര ആരോപണം നേരിടുന്ന KM എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നത് സംസ്ഥാനത്തിന് തന്നെ അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചീഫ് സെക്രട്ടറി പദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള KM എബ്രഹാം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പുറത്താക്കണമെന്നും ലാവ്ലിൻ കേസിൽ സാക്ഷിയായതുകൊണ്ടാണോ KM എബ്രഹാമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാലേ അതിലും വലിയ കുറ്റാരോപിതനായിരുന്ന DGP അജിത് കുമാറിനെ, അങ്ങനെ ആരോപണ വിധേയരായ എത്ര പേരെ വെളുപ്പിച്ചെടുത്തവനാടോ ഈ മുഖ്യൻ? എബ്രഹാമിനെ പേടിച്ചിട്ടാണോ എന്ന് മുഖ്യനോട് എൻ്റെ സതീശേട്ടാ ഇനിയേലും ഒന്ന് വിടാൻ നോക്ക്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ അത്താഴ വിരുന്നിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു കേരള, ബംഗാൾ, ഗോവ ഗവർണർമാർ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ ഡിന്നർ ഒരുപക്ഷെ വിവാദമാകുമെന്ന വിലയിരുത്തലാണത്രേ വിട്ടുനിൽക്കാൻ അവർ തീരുമാനിച്ചത്. രാജ്ഭവനിൽ കുടുംബസമേതം ആഴ്ചകൾക്ക് മുമ്പ് എത്തിയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന ഗവർണർ രാജേന്ദ്ര R ലേക്കറെ ക്ഷണിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആരെയും വിരുന്നിനെ വിളിച്ചിരുന്നില്ലെന്നും മാപ്രകൾ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണതെന്നും ഒരു കരക്കമ്പി പരക്കുന്നുണ്ട്. അതങ്ങനെ ആകുമോ? വിളിച്ചിട്ടും ഗവർണർ പോകാത്തതോ? നല്ലൊരു വിരുന്ന് ഗവർണർമാർ ബഹിഷ്കരിക്കുമോ? രാജ്ഭവനിൽ കുടുംബസമേതം ചെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന ഗവർണറെ ക്ഷണിച്ചിരുന്നോ? മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മാസപ്പടി കേസ് നാളെ എന്താകും? വിധി നിർണായകമായ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി അടുത്ത മാപ്ര മാർക്കറ്റ് ഉടൻ.